ഹായ് ഹലോ എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജോസ്മി ജിബി. ഞാൻ ചെറിയതായിട്ട് രീതിയിൽ വീഡിയോസും ഷോർട്സും വ്ളോഗ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ. കല്യാണത്തിന് മുന്നേക്ക് ഞാൻ ഭയങ്കര കട്ടൻ ചായ ഫാനായിരുന്നു. കട്ടൻ ചായ ആയിരുന്നു കൂടുതലായിട്ട് കഴിക്കുക. പാൽ ചായ കുടിക്കും, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ ചായ ആയിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഇപ്പം ഞാൻ ഫുള്ള് പാൽ ചായ, ഒരു ദിവസം എത്ര ഗ്ലാസ് പാൽ ചായ കുടിക്കുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. രാവിലെ 3 ഗ്ലാസ് ആണെങ്കിൽ വൈകുന്നേരം 3 ഗ്ലാസ്, ടോട്ടൽ 6 ഗ്ലാസ് ചായ കുടിക്കും. ചായ അത്ര നല്ലതല്ല എന്നറിയാം, എന്നാലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുടിച്ചേ പറ്റൂ. ഇപ്പം ഞാൻ അഡിക്റ്റ് ആയി ചായക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ കടി കഴിക്കുകയുള്ളൂ. ചാച്ചയും അമ്മച്ചിയും അങ്ങനെ കടി കഴിക്കുന്ന ആൾക്കാരല്ല. ചാച്ചയ്ക്ക് അടയാണ് ചുടാറ്, അമ്മച്ചി ഇടയ്ക്ക് എപ്പോഴെങ്കിലും കടി കഴിക്കും, അല്ലാണ്ട് ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഇവിടെ കെറ്റിലാട്ടോ വെള്ളം ചൂടാക്കി ഒഴിച്ച് വെക്കാറ്, കാരണം നല്ല ചൂടോടെ കുടിക്കാമല്ലോ. ഇതിപ്പം 2ാമത്തെ ഗ്ലാസ് ചായയാണ്. പിന്നെ ഞാൻ ദോശയ്ക്ക് കൂട്ടാനായിട്ട് ചെറിയൊരു ചട്നി പോലെ ഉണ്ടാക്കി. പിന്നെ ചാച്ചയ്ക്ക് അടയും ചുട്ടു കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് മിലുവിന് ഉറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. ഇതിപ്പോൾ 3ാമത്തെ ഗ്ലാസ് ചായയാണ് കേട്ടോ. ചായ കുടിക്കുന്നതിന് എന്തായാലും ഒരു കണക്ക് എനിക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഒന്ന് അംഗനവാടി വരെ പോകണം. മോനിപ്പോൾ പൊടി കിട്ടുന്നുണ്ട്. FRS ചെയ്താൽ മാത്രമേ ഇപ്പോൾ പൊടി കിട്ടുള്ളൂ. FRS എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് ചെയ്താലാണ് അടുത്ത മാസത്തിനുള്ള പൊടി കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പോകണം. വലിയ കുറേ നേരത്തെ പരിപാടി, ഒരു 2 മിനിറ്റ് 3 മിനിറ്റത്തെ പരിപാടി ഉള്ളൂ. ഇവിടെ അടുത്തുള്ള അംഗനവാടി തന്നെ കേട്ടോ. അപ്പം അതൊന്ന് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഇവന് ഇപ്പോൾ ഉറങ്ങുക, മിലു എണീക്കുമ്പോഴത്തേനും അവനൊന്ന് കുളിപ്പിച്ച് ആക്കിയിട്ട് പോകണം. പിന്നെ ഞാനിപ്പം ഷോർട്സിൽ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. 13 ഡേയ്സ് ചാലഞ്ചാണ്. കണ്ടിന്യൂസ് നമ്മുടെ ഡെയിലി വ്ളോഗ്, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ എടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞോട്ടം തുടങ്ങിയത് ഫ്ലോപ്പായി പോയി. ഒരു 2-3 ഡേയ്സ് ചെയ്തു, പിന്നെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും കേട്ടോ. കാരണം എനിക്കിപ്പം 765 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതെനിക്ക് 1000-ലോട്ട് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എത്ര ടൈം എടുക്കും ഒന്നും എനിക്കറിയില്ല. കാരണം യൂട്യൂബൊക്കെ നമ്മളിപ്പോൾ പഠിച്ചല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ മിലുവിനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കി അംഗനവാടി പോകാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചുമ്മാ പുറത്തിറങ്ങി ഇവിടുത്തെ പരിസരങ്ങളൊന്നും കാണിച്ചാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊരു മരം ഉണ്ട് കേട്ടോ, പുളിനെല്ലി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചെറിയെന്നാ പറയാം, പക്ഷേ ഞാൻ പുളിനെല്ലി നട്ടുവാണ്. എന്താ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. നിറച്ച് കിളികളാണേ. കുറച്ച് പുളിനെല്ലി പറിക്കാം. ഇതാണ് പുളിനെല്ലി. ഈശ്വര, ഇതിൻ്റെ പഴുത്തൊക്കെ അവിടെ നിൽപ്പുണ്ട്, പക്ഷെ പഴുത്തം എനിക്ക് എത്തുന്നില്ല. പച്ച ഞാൻ കാണിച്ചു. കഴുകണോ? കഴുകേണ്ട ആവശ്യം, കഴുകിയേക്കാം. ഭയങ്കര പുളി. ഇത് ഉപ്പ് കൂട്ടി തിന്നാൻ പറ്റുള്ളൂ. പഴുത്താനാണെങ്കിൽ അതിനെക്കാട്ടും പുളി. എന്തായാലും കുറച്ച് ഉപ്പ് കൂട്ടി തിന്നാം. ക്യാമറ തൽക്കാലം ഇവിടെ വെച്ചു, കാരണം എൻ്റെ ട്രൈപ്പോഡ് റൂമില്ല. റൂം തുറന്നു കഴിഞ്ഞപ്പോൾ മിലു എണീക്കും, അതുകൊണ്ട് ഞാൻ റൂം തുറക്കില്ല. പിന്നെ ഉപ്പ് കൂട്ടി കഴിക്കാൻ ഇതാണ് ഇവിടുത്തെ ഉപ്പ്. കല്ലുപ്പ് കഴുകി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. കല്ലുപ്പ് നല്ലോണം 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് അത് ഊറി വരുമ്പം ആ വെള്ളം ഊറ്റി കൊടുക്കും. കാരണം എന്താ അറിയോ, ഭയങ്കര ചെളിയാണ്, ഇഷ്ടംപോലെ ചെളിയാണ് അതിനകത്ത്. നമുക്കത് കഴുകി, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കേട്ടോ. കഴുകി ഉപ്പിട്ട് കഴിക്കുമ്പോൾ അടിപൊളി സാധനം. ഉപ്പില്ലാണ്ട് കഴിക്കുമ്പോൾ ഒട്ടുക്കത്തെ പൊടി. പുളിനെല്ലി എന്നല്ല ഇതിന് പറയുക, എനിക്കറിയില്ല കേട്ടോ എന്താ പറയാന്ന്. പഴുത്തതിന് ഇച്ചിരിയും കൂടെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. കുഴപ്പമില്ല, പക്ഷെ എനിക്കിഷ്ടമായില്ല. കളയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുളിനെല്ലി ഇഷ്ടമാണോ പറയും. വേണ്ടവർക്ക് നമ്മൾ ഇവിടുന്ന് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. കുറച്ച് തുണി അലക്കിയത് വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ തുണി എടുത്ത് വെയിൽ വരുന്നുണ്ട്. വെയിൽ വരും, തുണി എടുത്ത് വെച്ചിരുമ്പോൾ മഴ വരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
വിരിക്കണോ വേണ്ടേന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ വെയിൽ വന്നു, ഇത് പോയി. നോക്കാം, വെയിൽ വരുമായിരിക്കാം. ഇപ്പോൾ ഞാൻ ഓൺ വോയിസ് ഒക്കെ ചെയ്യൽ കുറവാണ്, കാരണം ആദ്യമൊക്കെ ഒരു ചമ്മലായിരുന്നു ഓൺ വോയിസ് ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ, ഞാനിനി ഓൺ വോയിസ് ചെയ്യുന്നതാണോ അല്ലാണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓഡിയോ കൊടുക്കുമല്ലേ, അതാണോ നല്ലതെന്നൊന്ന് പറയണേ. ഇങ്ങനെ വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് കൊടുക്കണമെന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ വേദന അംഗനവാടി പോയിട്ട് വന്നു കേട്ടോ. ഇപ്പം മിലുവിൻ്റെ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഉറങ്ങിയ ആളെന്താ ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കണമെന്ന്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ വോയിസ് ഓവർ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഞാൻ വന്നപ്പോഴും മിലു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീടിൻ്റെ അകത്ത് കയറി കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ മിലു എണീറ്റത്. പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഉമ്മ ഞാൻ ചോദിച്ചുള്ളൂ, ഞാൻ കടി ഞാൻ ചോദിച്ചില്ല. ആ ഉമ്മ ഉമ്മതാ ഉമ്മ, ഉമ്മതാ ഉമ്മ ഉമ്മ. ഉമ്മ ചോദിച്ചാൽ ഒരു കടി ഫ്രീ, ഉമ്മ ചോദിക്കുന്നവർക്ക് ഒരു കടി ഫ്രീ. നിങ്ങളത് ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ? ഇവിടുത്തെ സ്ഥിര ആളാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ജനലിൽ വന്ന് തട്ടും, അല്ലെങ്കിൽ അത് ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു. ഞങ്ങൾ ഈ ഹാങ്കറിൽ, കാരണം മിലുവിൻ്റെ ചെറിയൊരു ഡ്രസ്സായതുകൊണ്ട് അവിടെ വിരിച്ചിട്ടു, അവിടെ വന്ന് ഫുള്ള് അപ്പിയിട്ട് വെക്കും. അതാണ് അവൻ്റെ മെയിൻ പരിപാടി. പിന്നെ വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മിലു ഉറങ്ങുമായിരുന്നു. പിന്നെ മിലു എണീറ്റു, ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ മിലു കുറേ നേരം ഒന്ന് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അവൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചു. ഞാനും കുളിച്ച് തന്നെ പെട്ടെന്ന് അവൻ ഉറങ്ങുമ്പോഴത്തേന് ഞാൻ കുളിച്ച് കയറും കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരോടും കൂടെ പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോസായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാൻ നല്ല വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കച്ചേരി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൈയടിക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ.